ബംഗാളി നടിയുടെ ആരോപണത്തിൽ സംവിധായകൻ രഞ്ജിത്ത് അന്വേഷണം നേരിടണമെന്ന നടി ശ്രീലത നമ്പൂതിരി. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടണം. താനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെയെന്നും നടി ശ്രീലത നമ്പൂതിരി പറയുന്നു. സിനിമയിൽ എന്നല്ല എല്ലാ മേഖലയിലും സ്ത്രീകൾ ദുരനുഭവങ്ങൾ നേരിടാറുണ്ടെന്നും നടി പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, വളരെ നിർണായകമായ പ്രതികരണങ്ങൾ കൂടി രഞ്ജിത്തിൻ്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ്. അതിലേറെ പ്രധാനമായി ഇപ്പോൾ ശ്രീലത നമ്പൂതിരി അവർ പറയുന്നത് രഞ്ജിത്ത് അന്വേഷണം നേരിടണമെന്ന് തന്നെയാണ്. സമാനമായ പ്രതികരണങ്ങൾ നേരത്തെയും വന്നിരുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിഷ്ണു, സിനിമാ മേഖലയിലെ അല്ലെങ്കിൽ സിനിമയിലെ ഏറ്റവും മുതിർന്ന നായികയെ കൂടി അല്ലെങ്കിൽ മുതിർന്ന നടിയാണ് ശ്രീലത നമ്പൂതിരി. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം ഇങ്ങനെയാണ്: രഞ്ജിത്തിനെതിരായ ആരോപണം, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും അദ്ദേഹം മാറി നിൽക്കണം. താനായിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നു. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ സർക്കാർ അതിനെ അന്വേഷിക്കുകയും അയാളെ മാറ്റി നിർത്തുകയും വേണമെന്നാണ് പ്രതികരണം. അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് 2009 ഒരു നടിക്ക് ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഹോട്ടലിൽ പിന്തുണ നൽകിയ ഈ നടിയായ ശ്രീലേഖ നമ്പൂതിരി ആയിരുന്നു. പരാതിയുമായി ബന്ധപ്പെട്ട് രാത്രിയാണ് അവരെ തന്നെ സമീപിക്കുന്നത്. ആ രാത്രി മുഴുവൻ സുരക്ഷയ്ക്കായി തനിക്കും കൂടെ നിൽക്കേണ്ടി വന്നു. എല്ലാ മേഖലയിലും സമാനമായ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകളുണ്ട്. പക്ഷേ സിനിമാ മേഖലയിൽ അത് കുറച്ചുകൂടി ഗുരുതരമാണ്. അതുപോലെ തന്നെ ഈ സിനിമാ മേഖലയിൽ ഇത്തരം വാർത്തകൾ വരുമ്പോഴും എല്ലാവർക്കും അത് അറിയാനുമുള്ള താല്പര്യം കൂടുന്നുണ്ട്. രഞ്ജിത്തിനെതിരായ ഈ ഗുരുതരമായ ആരോപണം അത് അന്വേഷണം നേരിട്ടുകൊണ്ട് സ്ഥാനത്ത് നിന്നും അന്വേഷണം നേരിടണം. സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണം നേരിടണം. താനായിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നു. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും അന്വേഷിക്കണം. ഈ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി പോലുള്ള വിഷയങ്ങൾ, ഹേമ കമ്മിറ്റിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ അത്രയും ഗുരുതരമാണെങ്കിൽ ആ ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ ചൂഷണങ്ങൾ നേരിട്ടിട്ടുള്ള നടിമാർ അല്ലെങ്കിൽ നേരിട്ടിട്ടുള്ളവർ നേരിട്ട് പരാതിയുമായി എത്തിയത് പരാതി നൽകി ഈ പ്രവണതകളെ പുറത്തു കൊണ്ടുവരികയും വേണമെന്നാണ് അവർ ഇന്ന് തിരുവനന്തപുരത്ത് പ്രതികരിച്ചത്. വിഷ്ണു, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.